ഗൈസ് എല്ലാരും ഞങ്ങളെ നോക്കിയിരിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ പോലെ തെറിച്ചു നോട്ടമില്ല. നമ്മുടെ നാട്ടിൽ ഫോറിനർ വന്നാ നോക്കത്തില്ലേ? നമ്മളിതിനകത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു 10-20 മിനിറ്റായി. ഇവിടെ രണ്ടുപേരും ഇരുന്ന് ഉറക്കം തുടങ്ങി. ഇവിടെ ലേഡീസ് കമ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണ്. ഇത് താഴെ കൂടെ ട്രെയിൻ പോകുന്നു. ഇത് വേറെ ട്രെയിൻ പോകുന്നു. ട്രെയിൻ കണ്ട് ഋഷി തകർത്തോണ്ടിരിക്കുക. ഗൈസ് ഇവിടെ മൊത്തം കുതിര വണ്ടിയാണ് ഗൈസ്. ചെറുക്കി കയറി പോണോ? ഇവിടെ എല്ലാം ഇത് തന്നെയാണ് പരിപാടി. നമ്മളിരുന്ന് കഴിക്കും. ഇതേപോലെ താഴെ ഇല്ലല്ലോ. ഇന്തോനേഷ്യയിലെ കൈനോട്ടക്കാരനാണ് ഇരിക്കുന്നത്. ആളെ കാണുന്നില്ല കേട്ടോ. ആ വണ്ടിയിൽ അത് പോകത്തില്ല. അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള വണ്ടിയാ. ഇവിടെ എല്ലാം കച്ചറിയാണ് ഗൈസ്. അത് മാത്രമേ ഉള്ളൊരു പ്രശ്നം. ഒരു മെയിൻ കോഴ്സിന് മിനിമം 3000 രൂപയാണ് ഗൈസ് റേറ്റ്. അന്യായ കത്തിയാണ് ഗൈസ്. ഇവിടുത്തെ ആംബിയൻസ് കണ്ടിട്ട് കയറി വന്നതാണ്. ഞങ്ങൾ അതേപോലെ ഇറങ്ങിപ്പോയി. ബുള്ളറ്റ് ട്രെയിൻ ഒക്കെ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. ആ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ ഇത് കണ്ടോ, ഇവിടെ ഗ്രാബ് എക്സിക്യൂട്ടീവ് എന്നും പറഞ്ഞുകൊണ്ട്, അതായത് ഗ്രാബ് എന്ന് പറയുന്നത് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ ഉബർ എന്ന് പറയുന്ന നമ്മളുടെ ആപ്പിന് പകരമുള്ള ഒരു ആപ്പാണ്. അപ്പോൾ ഇവരുടെ ഗ്രാബ് എക്സിക്യൂട്ടീവ് കാർ ബുക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ ഒരു സെപ്പറേറ്റ് എൻട്രിയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എൻട്രിയിൽ നമുക്ക് കൊടുക്കാം, അതായത് അവരുടെ പ്രീമിയം വണ്ടി. എന്നിട്ട് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കിനും നമുക്കിവിടെ കാണാം, നമ്മുടെ എൻട്രി അങ്ങ് പുറയില്ല കേട്ടോ, നടക്കണം. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്കിവിടെ വേറൊരു റെഡ് കാർപ്പറ്റും ഗ്രീൻ കാർപ്പറ്റൊക്കെ വിരിച്ചിരിക്കുന്ന കാണാം. റെയിൽവേ സ്റ്റേഷനിലും അതേപോലെ എയർപോർട്ടിലൊക്കെ ഇതുപോലെ ആൾക്കാർ നിൽക്കുന്ന കാണാം. ഗ്രാബിൻ്റെ യൂണിഫോം ഇട്ട ആൾക്കാർ നിൽക്കുന്ന കാണാം. ഇവർ നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് വണ്ടിക്കകത്ത് വെക്കാൻ സഹായിക്കാനും കറക്റ്റ് വണ്ടികൾ വരുമ്പോൾ നമ്മളെ കയറ്റി വിടാനും വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ഇത് തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും അവിടെ പല രാജ്യങ്ങളിലും നമുക്ക് ഈ ഓൺലൈൻ ടാക്സികൾ എത്ര മനോഹരമായിട്ട് എത്ര അടിപൊളിയായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരുന്ന വലിയൊരു പാഠം നമുക്ക് പഠിപ്പിക്കുന്നൊരു സംഭവമാണ്. ഇതേ സമയത്താണ് നമ്മുടെ നാട്ടിൽ ഉബറിനും അതേപോലെ തന്നെ ഒലയൊക്കെ ഓടുന്ന ആൾക്കാരെ ഉപദ്രവിക്കുന്നതും ബാക്കിയുള്ള പരിപാടികൾ നടക്കുന്നതൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവം ഞാൻ കണ്ടിരിക്കുന്നത് ഇവിടെ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഞങ്ങളൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ക്യാബ് ഈസ് ഓൺ ദ വേ ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ ബ്ലൂ ബേർഡ് ഗ്രൂപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഒരു ലോക്കൽ ടാക്സിയുടെ ഒരു ഗ്രൂപ്പാണ്, വലിയൊരു ഗ്രൂപ്പാണ്. അവർക്കും ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓൺലൈൻ ടാക്സി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലോക്കൽ ടാക്സിയാണ്. ഈ നീല കളറിലെ ഒരു ടാക്സിയാണ്. അതാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടില്ലേ, ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളെ വണ്ടി ബുക്ക് ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ നമുക്ക് വണ്ടി കറക്റ്റ് എത്തിച്ച് ഒരു വണ്ടിയിൽ ആൾക്കാരെ കയറ്റി വിടാൻ എത്ര ആൾക്കാരാണ് നിൽക്കുന്നതെന്ന് എനിക്ക് കണ്ടോ. എന്താല്ലേ ഇത്? നമ്മളിവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴും നമ്മൾ കണ്ടതല്ലേ ഈ സെയിം സംഭവം. നമ്മുടെ ബാഗൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് അവർ തന്നെ വെച്ച് തരുമായിരുന്നല്ലോ അല്ലേ. അത് ഭയങ്കര ഒരു അടിപൊളി സംഭവമാണ്. ഇത് ഗ്രാബ് പ്രീമിയം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പ്രീമിയം വണ്ടികൾ വരുന്ന ഏരിയ ആണ്. നമ്മുടെ വണ്ടി ഇവിടെ വരും. ഞാനൊരു സാധാരണ വണ്ടിയാണ് ബുക്ക് ചെയ്തത്, പക്ഷേ നമുക്കത് അപ്ഗ്രേഡ് ആയിട്ട് പ്രീമിയം വണ്ടി കിട്ടിയിട്ടുണ്ട്. പ്രീമിയം വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കിനും നല്ല അടിപൊളി വണ്ടികൾ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികൾ, കിടിലം വണ്ടികൾ, നല്ല ഡ്രൈവേഴ്സ്, നല്ല വൃത്തിയുള്ള വണ്ടി, അങ്ങനെ എല്ലാം. അതും വളരെ അഫോർഡബിൾ ആട്ടോ. ഇവിടുത്തെ ടാക്സി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 30 കിലോമീറ്ററൊക്കെ പോകാനായിട്ട് ഒരു 600 രൂപ 700 രൂപ ആ റേഞ്ചിലൊക്കെയാണ് യൂഷ്വലി സിറ്റിക്കുള്ളിൽ തന്നെ വരുന്നത്. അതും പ്രീമിയം വണ്ടികൾക്ക്. സാധാ വണ്ടിയാണെന്നുണ്ടെങ്കിൽ 200 രൂപ 300 രൂപ റേഞ്ചിലൊക്കെ നമുക്കൊരു 10-20 കിലോമീറ്ററൊക്കെ പോകാൻ പറ്റും. അത്ര അഫോർഡബിൾ ആണ് പല സംഭവങ്ങളും. ഞാൻ ആലോചിക്കുക, നമ്മുടെ നാട്ടിലൊക്കെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ചെന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കിനും അവിടെ എന്തൊക്കെയല്ലേ നമ്മൾ നടക്കുന്നത്. ഓട്ടോക്കാർ തമ്മിൽ അടിയുണ്ടാക്കും, കാറുകാർ തമ്മിൽ അടിയുണ്ടാക്കും, ഓട്ടോക്കാർ കാറുകാരെ കയറാൻ സമ്മതിക്കാതെ അടിയുണ്ടാക്കും, പിന്നെ ലോക്കൽ ടാക്സിക്കാർ ഓൺലൈൻ ടാക്സിക്കാർ വരണ്ടെന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ നിൽക്കും. ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. എത്ര സിമ്പിളായിട്ട് എത്ര ഓർഗനൈസ്ഡ് ആയിട്ടാണ്. ഒരു ഭാഷ അറിയാത്ത ഒരാൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഒരു ബാർഗെയിനിങ്ങും ഇല്ലാതെ ആരും പറ്റിക്കപ്പെടാതെ നമുക്കിതൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. ഇപ്പോൾ ഇവിടെ വണ്ടി വരികയാണെന്നുണ്ടെങ്കിലും ഈ വണ്ടികളൊക്കെ വന്ന് ഇങ്ങനെ നിരനിരയായിട്ട് അവിടെ ഇങ്ങനെ കിടക്കും. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇതിലൂടെ നിന്ന് നമ്മൾ ഓരോ ആൾക്കാർ വണ്ടിയിൽ കയറി പോവുക. നമ്മൾ ദുബായിലൊക്കെ ഉള്ള സെയിം സിസ്റ്റം തന്നെയാണ്. വണ്ടികളൊക്കെ എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്ക്. ടാക്സിയൊക്കെ ആണെങ്കിലും പുറത്തുനിന്ന് നോക്കുമ്പോഴും അകത്തുനിന്ന് നോക്കുമ്പോഴും എല്ലാം വളരെ നീറ്റാണ്. ഒരു പൊടി പോലും ഇല്ലാതെ നല്ല കുട്ടപ്പനായിട്ട് നല്ല ക്വാളിറ്റി വണ്ടികൾ. നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ടാക്സികൾ ഞാൻ കണ്ടിട്ടുള്ളത് ബേസ് വേരിയൻറ്റ് വണ്ടികളാണ്. പക്ഷേ ഇവിടെയൊക്കെ ഞാൻ ബേസ് വേരിയൻറ്റിൽ ഉപരിയായിട്ട് ഹയർ വേരിയൻറ്റ് വണ്ടികൾ, നല്ല ഡിസ്പ്ലേ ഉള്ള വണ്ടികൾ, പിന്നെ അങ്ങനെ കിട്ടുന്ന വണ്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കൂടുതലും BYDയും ക്രിസ്റ്റയും ഒക്കെയാണ് ഇവിടെ ടാക്സി ആയിട്ട് ഓടുന്നത്. കയറിക്കോ ഋഷി, ഞാൻ അപ്പുറത്ത് വെക്കാറാം. ഞങ്ങളുടെ വണ്ടി വന്നു. ഹലോ, ഞങ്ങൾ ടാക്സി കയറി. ഇവിടെ നിന്ന് ആകെ 3 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം. നമ്മളിതിനകത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു 10-20 മിനിറ്റായി. ഇവിടെ രണ്ടുപേരും ഇരുന്ന് ഉറക്കം തുടങ്ങി. ഋഷിയാണ് ഇരുന്ന് ഉറക്കം തുടങ്ങി. ഇവിടെ പുറത്ത് ഭയങ്കര ട്രാഫിക്കാണ്. ആൾക്കാർ സിഗ്നലൊന്നും കീപ്പ് ചെയ്യുന്നില്ല. ചുമ്മാ അവിടെ തോന്നിയ പോലെ എടുത്തുകൊണ്ട് പോവുക. അങ്ങനെ മൊത്തം ഡെഡ്ലോക്ക് ആയി കിടക്കുക. ഇവിടെ മൊത്തം വട്ടി പിടിച്ച് നടക്കാണ്. ഈ ഒരു 3 കിലോമീറ്റർ പോകാനായിട്ട് 1/2 മണിക്കൂറാണ് കാണിക്കുന്നത്. വേറെ വഴിയില്ല, എന്ത് ചെയ്യാൻ പറ്റും? പുറത്ത് മഴയുവാ. എല്ലാവരും രണ്ടുപേരും പൂരം ഉറക്കമാണ്. നമ്മൾ ഇറങ്ങി താങ്ക് യു. ഒരു 2 മണിക്കൂർ യാത്രയ്ക്ക്
അത്യാവശ്യം ഉറക്കമൊക്കെ കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇത് LRT ആണ്, LRT ആണെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെ പരിപാടി നടത്തില്ല, നമുക്ക് പോയി നോക്കാം. അപ്പൊ നമ്മളെന്തായാലും LRT ബക്കാസി ലൈന് അങ്ങനെ കുറെ സാധനങ്ങൾ ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. ഇവിടുത്തെ LRT MRT ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോവാം. നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയാൽ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. നമുക്ക് ജക്കാർത്ത ഓൾഡ് ടൗൺ പോകാനായിട്ട് LRT എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇവിടുന്ന് ബൊഗോർ ലൈൻ 3000 IDR, അതാണ് ആ ടിക്കറ്റ് റേറ്റ്, 16 രൂപ. ഇവിടുന്ന് ബൊഗോർ ലൈനിൽ കയറിയാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. ബൊഗോർ ലൈൻ, ഇത് ഏതാ ബൊഗോർ ലൈൻ അറിയില്ല, പോയി നോക്കാം. ബാ. സോറി ഗൈസ്, LRT അല്ല, നമുക്ക് KRL കമ്പ്യൂട്ടറാണ് പോകേണ്ടത്. LRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് LRT KRT എല്ലാം കൺഫ്യൂഷൻ ആണല്ലോ. അതായത് ശ്വേത, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ LRT MRT തമ്മിലുള്ള വ്യത്യാസം എന്താ? LRT എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്തോ ഒരു കുന്തവും മനസ്സിലാവുന്നില്ല. നോക്കിയേ എന്ത് അടിപൊളി സെറ്റപ്പാണ്, നോക്കിയേ എന്ത് സെറ്റപ്പാ അല്ലേ, നല്ല വലിയ റോഡ്. ഇത് ശരിക്കും ജക്കാർത്ത. ഹൗ ഡു യു ഫൈൻഡ് ജക്കാർത്ത? അടിപൊളിയല്ലേ? ഞാൻ ഇത്രയും വലുതാന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല കേട്ടോ. ഭയങ്കര വലിയ സിറ്റിയാണിത്. ഇനി ദേ അവിടെ കൂടെ ഒക്കെ ട്രെയിൻ പോകുന്നു. ഇനി അതാണോ? അത് വേറെ ലൈനാ അല്ലേ? ഇത് മെട്രോ ട്രെയിൻ പോകുന്ന വഴിയാണേ. അപ്പം ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇത് വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോയി ഇറക്കി വേറെ ഏതോ ഒരു ട്രെയിനിൽ കയറ്റി കൊണ്ടുപോകുന്ന എന്തോ പരിപാടിയാണ്. ഇത് കണ്ടില്ലേ? ഏതോ ഒരു VIP വണ്ടിയൊക്കെ പോകുന്നു. ഇത് ഈ കാണുന്നത് ബസ് ട്രാക്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ, നടുക്ക്. ഇതല്ല, ഇതിനപ്പുറത്ത് ആ ബസ് ട്രാക്ക്, ബസ് സ്റ്റാൻഡിലേക്കുള്ള എൻട്രൻസ് ആണ് ഇത്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒന്ന് മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഈസിയാണ്. നമുക്കതിൻ്റെ ഒരു ട്രിക്ക് ഇതുവരെ കിട്ടാത്തതുകൊണ്ടാണ് അതിൻ്റെ പരിപാടി. എന്തായാലും നമ്മൾ മെട്രോ ട്രെയിനിലല്ല കയറാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കയറാൻ പോകുന്നത് ഇവരുടെ KRL എന്നും പറഞ്ഞുകൊണ്ടൊരു സാധനമുണ്ട്, സിക്കോ സവാങ് KRL സ്റ്റേഷൻ. KRL എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്നൊരു ട്രെയിനാണ് കയറാൻ പോകുന്നത്. നമുക്കിവിടെ ചോദിച്ചു നോക്കാം എങ്ങനെയാണ് പോകുന്നത്, എന്താ പരിപാടി എന്നുള്ളത് ഇവരോട് ചോദിച്ചു നോക്കാം. ഹൗ ക്യാൻ ഐ ഗോ ടു ജക്കാർത്ത കോട്ട? Jakarta Kota, you go to Komuter Line and left. That side? Yes. Jakarta Kota in Komuter Line, Bogor. ഓക്കെ താങ്ക് യു. അങ്ങോട്ടാണ് പോകണ്ടേ. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഇറങ്ങി വന്ന് നമ്മളൊക്കെ നാട്ടിലെ ആ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ വരത്തില്ലേ, അതേപോലെ തന്നെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു സമീപത്തെ അതേപോലത്തെ കാഴ്ചകളും സംഭവങ്ങളും ചെറിയ തട്ടുകടകളും ബാക്കിയുള്ള പരിപാടികളും. റെയിൽവേ സ്റ്റേഷനിലെത്തി ഋഷി. ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ സ്റ്റേഷൻ, അതായത് മെട്രോ അല്ല ഇത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആലപ്പുഴ എറണാകുളമൊക്കെ പോകുന്ന മെമു ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ തൃശ്ശൂർ കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന പോലെ തന്നെയുള്ള മെമു, അങ്ങനെ സർവീസുകളൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനത്തെയൊക്കെ വണ്ടികൾ, ട്രെയിനുകൾ പോകുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. കണ്ടോ, അതാണ് പരിപാടി. നോക്കാം എങ്ങനെയാണ് കയറുക എന്നുള്ളത്. അപ്പായിക്ക് അറിയത്തില്ല. നമ്മുടെ കയ്യിൽ ഒരു കാർഡില്ലേ, ആ കാർഡ് വെച്ച് കയറാൻ പറ്റുമെന്നാണ് തോന്നുന്നത് കേട്ടോ. നമുക്ക് ആദ്യം ട്രെയിനിൽ പൈസ കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ഹായ്, ജക്കാർത്ത കോട്ട for three. I have only one. Three ticket. Two ticket. Okay. One ticket, 50,000 rupiah. One card, 50,000. Okay. One card 50,000. Yeah. അപ്പോൾ ഇനി 50,000 കൂടി കൊടുക്കാൻ. Correct? 100,000 rupiah. ഓക്കെ. അപ്പോൾ ആ കാർഡ് പർച്ചേസ് ചെയ്യണം എന്നാലേ പോകാൻ പറ്റുള്ളൂ. മനസ്സിലായി. അപ്പോൾ അങ്ങനെ കാർഡ് വേണം, അതിന് വേറെ കാർഡാ. Jakarta Kota, platform 1. That side. Yeah. ഓക്കെ, താങ്ക് യു. പ്ലാറ്റ്ഫോം 1 താഴെ കൂടെ ഇറങ്ങി ക്രോസ് ചെയ്ത് പോകണം. എല്ലാം കണക്റ്റഡ് ആണ്. അതായത് ബസ് സ്റ്റോപ്പും ട്രെയിനും മറ്റതും മറിച്ചതും വീതും എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ സ്റ്റേഷൻ. കണ്ടില്ലേ? ഇതാ അവിടെ താഴെയാണ് ലോക്കൽ ട്രെയിൻ സ്റ്റേഷൻ, അതിലെയാണ് നമുക്ക് പോകേണ്ടത്. കണ്ടോ ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ. ജക്കാർത്ത പബ്ലിക് ട്രാൻസ്പോർട്ട് ഇൻ്റഗ്രേഷൻ മാപ്പ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ ചേർത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു മാപ്പ് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു കാർഡ് കിട്ടും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സൂയിൽ പോയപ്പോൾ ഒരു കാർഡ് കിട്ടിയായിരുന്നേ. ഈ കാർഡ് വെച്ചിട്ട് എന്തൊക്കെ ഉപയോഗിക്കാമെന്ന് പറയാം. MRT ഉപയോഗിക്കാം, LRT ഉപയോഗിക്കാം, കമ്മ്യൂട്ടർ സ്റ്റേഷൻ ഉപയോഗിക്കാം, പിന്നെ 1-2 മോണുമെൻറ്റുകളിലും മ്യൂസിയത്തിലും അവിടെ ഇവിടെയൊക്കെ പോയി കയറാം. അങ്ങനെയുള്ള പല പരിപാടികളുമുണ്ട്. ആ ട്രെയിനിലാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇതേപോലെ പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് ആ കാർഡ് കളയരുത് കേട്ടോ. എക്സിറ്റ് ചെയ്യുമ്പോൾ വേണ്ടി വരുവേ. എന്തല്ലേ, അടിപൊളിയാണേ. വേഗം പോയാൽ ആ ട്രെയിൻ കിട്ടും. വാ അപ്പോൾ ഉണ്ടാവാം.
ഇത് കുഞ്ഞു കുട്ടികൾക്ക് മൂത്രമൊഴിക്കാനുള്ള സ്ഥലമാണ്. ഋഷി അവിടെ കയറി മൂത്രമൊഴിച്ചോ? കണ്ടോ കണ്ടോ, ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ ബാത്റൂമാണ് എന്ത് വൃത്തിയാണെന്ന് നോക്കിയേ. അതും ഫ്രീ ആണ്, പൈസ പോലും കൊടുക്കണ്ട. റെയിൽവേ സ്റ്റേഷനിലെ ബാത്റൂം എന്ത് വൃത്തിയാണെന്ന് നോക്കുക ഗൈസ്. കണ്ടോ ഹൗ ക്ലീൻ ഇറ്റ് വാസ്. അടിപൊളി. ഫ്രീ അല്ലേ? അടിപൊളി. എന്ത് ക്ലീൻ ആയിരുന്നു അറിയോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പം വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ. അതായത് ഇന്തോനേഷ്യയിലെ ലോക്കൽ ട്രെയിൻ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബുള്ളറ്റ് ട്രെയിനിൽ കയറി. ആ ബുള്ളറ്റ് ട്രെയിൻ അല്ലാതെ ലോക്കൽ ട്രെയിൻ, ആ ലോക്കൽ ട്രെയിനിലാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഇവിടെ മറ്റേ പ്ലാറ്റ്ഫോമിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് ട്രാക്കിൻ്റെ സൈഡിൽ കൂടെ നടന്ന് വേണം ഇപ്പുറത്ത് ട്രാക്ക് ക്രോസ് ചെയ്യാനായിട്ട്, അല്ലാതെ വേറെ വഴിയില്ല. അപ്പുറത്തുനിന്ന് ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ഋഷി. അവിടെ നിന്നൊരു റെഡ് ട്രെയിൻ വരുന്നുണ്ടേ. നംബോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ് നംബോ. ഇത് ഡ്രൈവറുള്ള ട്രെയിനാട്ടോ അല്ലേ? ഡ്രൈവറല്ലേ ഇതിനകത്ത്? ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇത് ഡ്രൈവറുള്ള ട്രെയിനാണ്. ഇവിടെ ലേഡീസ് കമ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട്. ഓ എന്ത് സ്പീഡിലാണോ വരുന്നേ. അടിപൊളി. ഇപ്പൊ സിറ്റിയിലേക്ക് തിരക്ക് കുറവായിരിക്കും, സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലേക്കായിരിക്കും ഇപ്പൊ തിരക്ക് കൂടുതൽ. ഇത് ശരിക്കും അടിപൊളി മോനെ, അടിപൊളി. അപ്പോൾ ഇതിനകത്ത് ലേഡീസ് കമ്പാർട്ട്മെന്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കിവിടെ കയറാം. വാ കയറി 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 കയറി. യെസ് ഗോ. മുന്നോട്ട് പോ. ആ പോക്കോ മുന്നോട്ട് പോക്കോ. അടിപൊളി. നല്ല തണുപ്പ് അല്ലേ? വീടല്ലേ നോക്കി കൊണ്ട് വാ. നമുക്ക് മുന്നോട്ട് പോവാം. അവിടെ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടായിരുന്നു മുമ്പിലോട്ട് നടന്നോ. അയ്യോ ട്രെയിൻ വിട്ട്. അമ്മ വരും. ഋഷി നടന്നോ കേട്ടോ. ഇപ്പൊ ഫാസ്റ്റ് ആയി ട്രെയിൻ അല്ലേ? ഓ വാവ്. ലെറ്റ്സ് ഗോ ഫ്രണ്ട്. കം. ബാ. കുലുങ്ങുന്ന ട്രെയിൻ കണ്ടോ? കണ്ടോ? ഇപ്പോഴാണ് ആ ശബ്ദമൊക്കെ വരുന്നത്. ആ ട്രെയിൻ എന്ന് പറയുമ്പോൾ ആ ശബ്ദമൊക്കെ വേണം. കുടുക്ക് കടക്ക് പറഞ്ഞല്ലേ? നമ്മളെ വന്ദേ ഭാരതിൽ അതാ മിസ്സിങ്. ആ ശബ്ദം അങ്ങനെ കേൾക്കില്ലല്ലോ. ആ കോച്ച് എന്തിനാ പോകുന്നത്? ട്രെയിൻ പിടിച്ചിട്ടു ഗൈസ്. പിടിച്ചിട്ടാ പോകുന്നത്. നമ്മുടെ സുട്ടുമ്മ ഇന്ന് എവിടൊക്കെ കേറി. ബുള്ളറ്റ് ട്രെയിനും ഇപ്പതേ ഇതിലും കേറി. എന്റെ റിസ്ക് കിട്ടും. ഞങ്ങൾക്ക് 3 പേർക്ക് സെപ്പറേറ്റ് ഇവിടെ സീറ്റ് കിട്ടി. ഇനിയിപ്പം ഇനി സിറ്റിയിൽ നിന്ന് പുറത്തേക്കുള്ള ട്രെയിനിന്റെ തിരക്ക് നോക്കണം. ഈ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. ഭയങ്കര കൺസ്ട്രക്ഷൻ ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പുതിയ എന്തോ പാലമോ മെട്രോയോ അങ്ങനെ എന്തോ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇതുപോലത്തെ സ്ലംസും ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. ഇതുപോലത്തെ ചെറിയ സ്ലംസ് പോലത്തെ ഏരിയയും ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാ തരത്തിലുള്ള നമ്മുടെ നാട് പോലെ തന്നെ, നമ്മുടെ മുംബൈ ഒക്കെ പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഇവരുടെ ക്യാപിറ്റലും അതേപോലെ തന്നെ ഇവരുടെ ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബുമാണ് ജക്കാർത്ത എന്ന് പറയുന്ന ഈ ഒരു സിറ്റി എന്ന് പറയുന്നത്. ഭയങ്കര ക്രൗഡഡ് ആണ്. ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ ലിവ്സ് ഇൻ ജക്കാർത്ത ആൻഡ് ഇൻ ആൻഡ് അറൗണ്ട് ജക്കാർത്ത എന്ന് വേണമെങ്കിൽ പറയണം. ഒന്നാമത് ഇവരുടെ ഇന്തോനേഷ്യയുടെ പോപ്പുലേഷൻ്റെ പകുതിയും ജീവിക്കുന്നത് ജാവ ദ്വീപിലാണ്. ജാവ എന്ന് പറയുന്ന ഈ വലിയ ദ്വീപിലാണ്. അപ്പോൾ അതിലും ഹാഫ് ഓഫ് ദ ആളുകൾ മൊത്തം താമസിക്കുന്നത് ജക്കാർത്ത എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ്. അത്രയ്ക്ക് ക്രൗഡഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. എന്തുവാടാ സൗണ്ട് കേൾക്കുന്നത്? ദേ താഴെ കൂടെ ട്രെയിൻ പോകുന്നു. ദേ വേറെ ട്രെയിൻ പോകുന്നു. ഓ ട്രെയിനിൻ്റെ സൗണ്ട് കണ്ടോ? ട്രെയിൻ കണ്ട് ഋഷി തകർത്തുകൊണ്ടിരിക്കുക. എന്തൊരു ട്രെയിനാടാ. അയ്യോ അത് ക്രിസ്മസ് അല്ല, അത് കാർട്ടൂൺ എന്തോ സാധനമാണ്. ജപ്പാനിലൊക്കെ ഉള്ള പോലത്തെ തന്നെ ഇത് കണ്ടില്ലേ നോക്കി. ഇവിടുത്തെ എന്തോ അനിമയാണെന്ന് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും എന്താ പറയുക അതിനിബിഡമായിട്ട് വീടുകൾ നിൽക്കുന്ന സ്ഥലങ്ങൾ ഞാൻ ഇന്ത്യയിൽ മാത്രമേ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ. ഇന്ത്യക്ക് പുറത്ത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഏകദേശം ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദ ഓൾഡ് ടൗൺ ഓഫ് ജക്കാർത്ത. വീടിൻ്റെയൊക്കെ മേലെ പപ്പായ കൃഷിയൊക്കെ കണ്ടോ? അങ്ങനെ പല കൃഷികളും നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റും. എന്തോരം ട്രാക്കാന്ന് നോക്കി. ഇത് ശരിക്കും നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പോലെ തന്നെ. എനിക്കിത് കാണുമ്പോഴത്തേക്കിനും മുംബൈ, ഡൽഹി അല്ലെങ്കിൽ ഇവ നമ്മുടെ തിരുവനന്തപുരം, എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ കയറി പോകുന്ന പോലെയൊക്കെ തന്നെ തോന്നി. ഇറങ്ങിപ്പോവാൻ ലാസ്റ്റ് സ്റ്റോപ്പ് ആയിന്ന്. ഇനി ഇരിക്കാൻ പാടില്ല, ഇറങ്ങി പോകണമെന്ന്. സിഗ്നലുകൾ കണ്ടോ നോക്കി. ദൂരം വലിയ സിഗ്നലുകളാന്ന് നോക്കി. ഇഷ്ടംപോലെ സിഗ്നലുണ്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ജക്കാർത്ത സ്റ്റേഷൻ, ജക്കാർത്ത കോട്ട സ്റ്റേഷൻ. ഈ സാധനമാണ് ഇന്ന് മൊത്തം ട്രെയിനിനകത്തായിരുന്നു. ഉണ്ടോ? ഇതിനെല്ലാം കാരണം അബിയാണ്. അഭിജിത് ഭക്തൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എല്ലാത്തിനും കാരണം.
ഓക്കെ ഇറങ്ങട്ടാ. യെസ്. ആ തൊട് തൊട്ട്. ശരിക്കും നമ്മളെ സബർബൻ റെയിൽവേ ഒക്കെ പോലെ തന്നെയുള്ള ഒരു റെയിൽവേ സിസ്റ്റം ഇവിടെ. ഇനിയിപ്പം ഇത് മാത്രമല്ല, MRT ഉണ്ട്, പിന്നെ LRT ഉണ്ട്, പിന്നെ എന്തൊക്കെയോ കുറേ ആർട്ടികളുണ്ട് ഗൈസ്. ഇതൊക്കെ മൊത്തത്തിൽ കൺഫ്യൂഷനാണ് എന്തൊക്കെയാണ് ഏതാണെന്നുള്ളത്. MRT, LRT, KRT എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് സാധനം ഉള്ളതൊക്കെ എന്താണെന്ന് അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പുറത്തൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നതുണ്ടോ, അതായത് ഹൈറ്റ് കിട്ടാൻ വേണ്ടി, ആൾക്കാർക്ക് ട്രെയിനിൽ കയറാൻ വേണ്ടി ഹൈറ്റ് കിട്ടാൻ വേണ്ടി ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പലക സ്റ്റെപ്പാണ് ആ കാണുന്നത്, കണ്ടില്ലേ? അതിൻ്റെ മേളിൽ ആൾക്കാർ ഇരിക്കുകയാണ്. വേറെ ട്രെയിൻ വന്നു കഴിയുമ്പോഴത്തേക്കിനും അത് അവർ അവിടെ നിന്ന് എണീറ്റ് ട്രെയിനിലേക്ക് കയറും. അതാണ് പരിപാടി. അപ്പോൾ ഇത് ഓൾഡ് ടൗൺ ജക്കാർത്ത ടെർമിനൽ സ്റ്റേഷനാണ്. നമുക്ക് ഇവരെ ഇവിടെ വിട്ടാലോ? നടക്കുന്നില്ല. ഞാൻ 2 പ്രാവശ്യം തെന്നി അറിയോ, വീഴാൻ പോവാ. വണ്ടി കണ്ടിട്ട് ട്രെയിൻ വരുന്നത് KI കമ്പ്യൂട്ടർ ട്രെയിൻ ഗൈസ്. ഇത് എവിടെ കൊണ്ട് നിർത്താൻ പോകുന്നത്? ലാസ്റ്റ്. അയ്യോ, കൈ കാണിച്ചു നിർത്തി. ഇനി തൊടുവൊന്നും വേണ്ട, ഇങ്ങോട്ട് വന്നേ. അപ്പൊ അതവിടെ എത്തി. എന്താല്ലേ, ഇതാണ് നമ്മൾ ഇറങ്ങിയ സ്റ്റേഷൻ, ജക്കാർത്ത കോട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് ഇറങ്ങിയ ആ ഒരു സ്റ്റേഷൻ. ശരിക്കും നമ്മുടെ മുംബൈ സെൻട്രൽ ടെർമിനൽ സ്റ്റേഷൻ ഇല്ലേ, അതേപോലെ തന്നെ ഉള്ള. ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ വണ്ടി പോകാൻ, ഇത് കണ്ടപ്പോ എനിക്ക് ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ഹോട്ടൽ ആ സൈഡിലാണ്, നമുക്ക് ഇങ്ങോട്ടാണ് ഇപ്പൊ പോകേണ്ടത്. ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ. ചെറുക്ക് കയറി പോണോ? ഇതുപോലത്തെ വണ്ടിയൊക്കെ കിട്ടും ഇവിടെ. അടിപൊളി, കൊള്ളാല്ലേ ഗൈസ്? ഇവിടെ മൊത്തം കുതിര വണ്ടിയാണ് ഗൈസ്. കുതിര, വാവ്, കുതിര വണ്ടികളുടെ ബഹളമാണ് ഇവിടെ. ജക്കാർത്തയുടെ ഒരു മറ്റൊരു ഫേസ്, അതായത് മറ്റൊരു ഫേസ് എന്ന് പറഞ്ഞാൽ പഴയ ജക്കാർത്ത, ദ ഓൾഡ് ജക്കാർത്ത എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏതൊരു നഗരത്തിൽ പോയാലും നമുക്ക് ഇതുപോലെ ഓൾഡ് ടൗൺ, ന്യൂ ടൗൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. കണ്ടുപിടിച്ചല്ലോ. അത് എന്ത് കണ്ടാലും അതിനകത്തോട്ടേക്ക് കയറി പോവാതെ നടക്ക് ജോയ് വാങ്ങിക്കാം, നടക്ക്. ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ? അത് ഇവിടുത്തെ ഒരു ബാങ്കിൻ്റെ ബിൽഡിംഗ് ആണ്. നമ്മുടെ റിസർവ് ബാങ്ക് പോലെ തന്നെയുള്ള ഇവിടുത്തെ ഏതോ ഒരു ബാങ്കിൻ്റെ ഒരു വലിയൊരു ബിൽഡിംഗ് ആണ് കാണുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടാത്തുവ എന്ന് പറയുന്ന ഇവിടുത്തെ ഓൾഡ് ടൗൺ ഏരിയയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഓൾഡ് ടൗൺ എന്ന് പറയുന്ന കോട്ടാത്തുവ, അതായത് ഇവിടെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്, പിന്നെ ഫുഡും പിന്നെ ഇവിടുത്തെ കൾച്ചറും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കുന്ന ആ ഒരു ഏരിയയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ കെട്ടിടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ കാണാൻ പറ്റും. ഇതൊക്കെ ഡച്ച് ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ്. ഈ ഒരു ഇന്തോനേഷ്യ എന്ന് പറയുന്ന പണ്ടത്തെ ഡച്ച് കോളനി ആയിരുന്നു. അപ്പോൾ ഈ ജക്കാർത്ത എന്ന് പറയുന്ന ഈ ഒരു പോർട്ട് സിറ്റി എന്ന് പറയുന്നത് ഡച്ചുകാർ കൈയടക്കി വെച്ചിരിക്കുന്ന അവരുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കുള്ള ട്രേഡിങ്ങിൻ്റെ ഒരു എൻട്രൻസ് ആയിരുന്നു. അപ്പോൾ അതാണ് ശരിക്കും ഈ ഒരു കോട്ടാത്തുവ എന്ന് പറയുന്ന ഈ ഒരു ഓൾഡ് ടൗണിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പണ്ട് കാലത്ത് 17th സെഞ്ച്വറിയിൽ നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു ഡച്ച് ബിൽഡിങ്ങിന്, ആ ആർക്കിടെക്ചറിലുള്ള ഡച്ച് ബിൽഡിങ്ങുകളൊക്കെ പ്രിസർവ് ചെയ്തും മോഡിഫൈ ചെയ്തും ഒക്കെ കീപ്പ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് സ്ട്രീറ്റിൽ മസാജ് ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട്. ഇവർ നമുക്ക് സ്ട്രീറ്റിൽ നമ്മളെ ഇവിടെ കിടത്തി അവർ മസാജ് ചെയ്ത് തരും. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. ഇവിടെ കുറേ ട്രഡീഷണൽ റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഉണ്ട്. പണ്ട് കാലം മുതലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള അങ്ങനത്തെ കുറേ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതുപോലെയുള്ള ലോക്കൽ സെല്ലേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ മറ്റേ ചെറിയ ഇത് വേണോ? ഉള്ളിയോടെ വേണോ നിനക്ക്? വേണ്ട, ഓക്കെ. ഹായ്. അത് നമ്മുടെ ഹോട്ടലിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെക്കുന്ന സാധനം. അത് ആക്ച്വലി അതെല്ലാം കൂടെ ചേർത്ത് ഒരു പ്ലേറ്റിലാക്കി തരും അവർ. അത് ഇവരുടെ ഇന്തോനേഷ്യൻ മീലാണ് ബേസിക്കലി. ഓ, എന്താണ് മുത്തേ? ഇവിടെ നിന്ന് ജ്യൂസ് വേണ്ട ഋഷി, നമുക്ക് വേറെ എവിടെ നിന്നും ജ്യൂസ് വാങ്ങിക്കാം. ഇതാണ് ഇവിടുത്തെ ഷെയർ ടാക്സി. ചേട്ടാ, നിനക്ക് ഷെയർ ടാക്സി കയറി പോകണോടി? എവിടെയെങ്കിലും ചുമ്മാ കയറി പോയാലോ നമുക്ക് ഇതിനകത്ത്? നമ്മളെ ചെന്നൈയിലെ ഷെയർ ഓട്ടോ ഇല്ലേ, അതേപോലെ കൺസെപ്റ്റ് തന്നെ. നമ്മളിതൊക്കെ എത്ര കയറിയിരിക്കുന്നത്, നേപ്പാളിലും അവിടെ ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട് ഇഷ്ടം പോലെ സംഭവങ്ങൾ. ഇവിടെ ഓരോ ആൾക്കാർ ഓരോന്നൊക്കെ ലൈവായിട്ട് ഇവിടെ കുക്കിങ്ങാ. പുള്ളി സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ടാണല്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ത് സാധനം? എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇരിപ്പുണ്ട് അടിയിൽ. നോക്കി, കോക്കനട്ടിന് എന്തോ സാധനമാണെന്ന് തോന്നുന്നു. ഇവിടെ കംപ്ലീറ്റ് സ്ട്രീറ്റ് ഫുഡും പരിപാടികളൊക്കെയാണ്. സ്ട്രീറ്റ് ഫുഡ് ഏരിയ ആണ്. നമ്മളിപ്പോൾ ആക്ച്വലി ഇവിടെ ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു ചൈനീസ് ടൗൺ ഏരിയ ഉണ്ട്. മഴയില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം, അതാണ് നമ്മൾ ആവശ്യം. വണ്ടി വരുന്നു. ഇവിടെ ആ ഫുട്പാത്ത് എന്തോ വർക്ക് നടക്കുന്ന പറഞ്ഞാൽ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് റോഡിൻ്റെ നടുക്കൂടാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ കംപ്ലീറ്റ് ഇതുപോലെയുള്ള സ്ട്രീറ്റ് ഫുഡ് സെല്ലേഴ്സാണ്. പലതരത്തിലുള്ള. എന്താ പറ്റേ
നമ്മുടെ ഹോട്ടലിൽ കാണാൻ പറ്റില്ല. ആ ഹോട്ടൽ കാണണ്ട, നമുക്ക് നടന്ന് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഇവരിവിടെ മെട്രോ പണിതുകൊണ്ടിരിക്കുവാണ്. ഇവിടെ വേണം അവിടെ ഇവിടെ എല്ലാം പോയി തൊടുവാ, വല്ല തുരുമ്പോ അടിച്ചു കഴിഞ്ഞാലേ കൈമുറി. മെട്രോ പണിതുകൊണ്ടിരിക്കുക ഇവരിവിടെ. അപ്പോൾ അതിൻ്റെയാണ് ഈ കൺസ്ട്രക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഇത് ഫുട്പാത്ത് അറിയാവോ? ഈ ഫുട്പാത്ത് മൊത്തം ആൾക്കാർ കൈയടക്കി വെച്ചിരിക്കുകയാണ്, കണ്ടില്ലേ? നമുക്ക് പെഡസ്ട്രിയൻസിന് നടന്നു പോകാനുള്ള ഒരു ഫുട്പാത്ത് ഏരിയ ആണ് ഇത്. എവിടെ ഈ പോകുന്നത്? ഇതിലെവിടെ അവൻ അങ്ങോട്ട് വലിഞ്ഞു പോകും. നടക്ക്. ആ ഒരു ഏരിയ മൊത്തം ആൾക്കാർ കച്ചവടക്കാർ കൈയടക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നടക്കണമെങ്കിൽ നമ്മൾ അവരുടെ മേഴ്സിയിലാണ് നമ്മൾ നടക്കുക. ഇപ്പം ശരിക്കും നമ്മുടെ നാട് പോലെ ആയി ഗൈസ്, എല്ലാം അതേപോലെയൊക്കെ ആയി. കച്ചറയും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാ പരിപാടികളും അതേപോലെയൊക്കെ ആയി. പ്രോപ്പറായിട്ട് നമുക്ക് നടക്കാനുള്ളൊരു ഫുട്പാത്തോ പരിപാടികളോ നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിലും അതും കച്ചറയാണ്. ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. ചില സ്ഥലത്ത് ഇത് ഓൾഡ് ടൗൺ അല്ലേ, ഇവിടെ സ്ഥലമില്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊക്കെ നമ്മൾ ബ്രോഡ് ഒക്കെ പോകുന്ന പോലത്തെ അങ്ങനത്തെ മാർക്കറ്റ് ഏരിയ ആണിത്. ഈ മാർക്കറ്റ് ഏരിയയുടെ നടക്കൂടെ ഞങ്ങൾ നടന്നു പോകാന്ന് പറയുമ്പോൾ തന്നെ അതൊരു ചലഞ്ചിങ് ടാസ്ക്കാണ്. ട്രാഫിക് അതേപോലെ ഉണ്ടല്ലോ. അതിനിടയ്ക്ക് ഇവിടെ നിൽക്ക്, ഓരോന്ന് കാണുമ്പോൾ അങ്ങോട്ടും വലിയ എന്താ വേണ്ടേ? ടോയ് വാങ്ങിച്ചു തരാം, റൂമിലുണ്ട് ട്രെയിൻ, വാ. എന്ത് കണ്ടാലും അത് വേണം. ഇതെന്ത് സാധനം ഇത്? ഇതേപോലെ തൂക്കി ആ ഫോണിലിടും. എടുത്തോ, ഏതെങ്കിലും വാങ്ങിച്ചോ. ഐസ്ക്രീമോ? ഇത് വാങ്ങിച്ചാലോ? അത് കൊള്ളാം. ഇത് വേണോ നിനക്ക്? അത് വേണ്ട. അത് വേണ്ടാന്ന്. ഓട്ടോറിക്ഷ, TVS-ഉം ബജാജും ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. TVS-ഉം ബജാജും ഓട്ടോറിക്ഷകളുടെ വലിയൊരു മാർക്കറ്റാണ് ഇത്. നമ്മൾ തായ്ലൻഡിൽ കാണുന്ന പോലത്തെ ടുക്ടുക്ക് അല്ല, നമ്മുടെ നാട്ടിലെ സെയിം ടുക്ടുക്കാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ശ്രീലങ്കയിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന പോലെ തന്നെ സെയിം സാധനം, ആ സെയിം ടുക്ടുക്ക്. ലോക്കൽ കോഫി ഷോപ്പൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെ ഇതൊക്കെ വെച്ച് പൊടിപ്പിച്ച് സാധനം മൈലോയും അങ്ങനെയുള്ളൊരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന ആൾക്കാർ. ഇതൊക്കെ ഇത് കണ്ടല്ലേ, ഇവിടുത്തെ ചെറുകിട സ്ട്രീറ്റ് വെൻഡേഴ്സാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ വാങ്ങിച്ചിട്ട് അവിടെ പുറകിൽ പായ വിരിച്ചിട്ടുണ്ട്. ആ പായ വിരിച്ച സ്ഥലത്ത് അവിടെ ഇരുന്ന ആൾക്കാർ കഴിക്കുന്നത് കണ്ടോ ഭക്ഷണമൊക്കെ. നൂഡിലാണ് ഇവരുടെ മെയിൻ വിഭവം തോന്നുന്നു. എല്ലാവരും അങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടോ. ശരിക്കും ഇവിടെ എല്ലാം ഇത് തന്നെയാണ് പരിപാടി. നമ്മളിരുന്ന് കഴിക്കും ഇതേപോലെ, താഴെ ഇല്ലല്ലോ, പക്ഷേ ഇവരിരുന്ന് കഴിക്കും. എല്ലാവരും ഇങ്ങനെ താഴെ നിലത്തിരുന്ന് കഴിക്കും. കമോൺ. അങ്ങനെ നമ്മൾ ആ ഓൾഡ് ടൗൺ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് ആ ഒരു പെഡസ്ട്രിയൻ സ്ട്രീറ്റിലേക്ക് നമ്മൾ പോയി കയറുകയാണ്. ഇവിടെ ഇതുപോലെയുള്ള ധാരാളം കുതിര വണ്ടികൾ ടൂറിസ്റ്റുകളെ കാത്ത് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ആ കുതിര വണ്ടികളിൽ കയറി നമുക്ക് ഇതുപോലെയുള്ള നഗര എന്താ പറയുക സൗന്ദര്യം കാണാനായിട്ട് പോകാൻ സാധിക്കും. ഓ, ഇത് പൊളിച്ചേട്ടാ. ഇത് പിള്ളേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതും ഇതും വേണമെന്ന് പറയാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു പെഡസ്ട്രിയൻ സ്ട്രീറ്റിലേക്ക് കയറി. ഇവിടെ നമുക്കിങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അപ്പുറത്തൊക്കെ നമുക്ക് ഇതുപോലെയുള്ള കെട്ടിടങ്ങൾ കാണാം. പിന്നെ ഇവിടെ ഒരു കൈനോട്ടക്കാരൻ ഇരിപ്പുണ്ട്, ഇത് കണ്ടില്ലേ, കൈനോട്ടക്കാരൻ. ഇന്തോനേഷ്യയിലെ കൈനോട്ടക്കാരനാണ് ഇരിക്കുന്നത്. 30,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആൾ നമ്മുടെ ഭാവി ഭൂതം വർത്തമാനം എല്ലാം പറഞ്ഞു തരും. ആളെ കാണുന്നില്ല കേട്ടോ. നമ്മളങ്ങനെ തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും എല്ലാം ധാരാളം സ്ട്രീറ്റ് സെല്ലേഴ്സും സ്ട്രീറ്റ് വെൻഡേഴ്സും റെസ്റ്റോറൻറ്റുകളും കഫേയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു കിടിലൻ ഒരു വൈബുള്ള സ്ഥലമാണ്. ഇതൊരു മ്യൂസിയമാണ് കേട്ടോ, ജക്കാർത്തയുടെ ഇൻഫർമേഷനൊക്കെ കിട്ടുന്ന ഒരു മ്യൂസിയം. ഇവിടെ ഇഷ്ടംപോലെ മ്യൂസിയം ഒക്കെ ഉണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഗോ ദെയർ. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ ആ ഒരു ഫോട്ടോസിലൊക്കെ കാണുന്ന പോലെയുള്ള ആ ഒരു ഹെറിറ്റേജ് ബിൽഡിങ്ങുകളിലുള്ള കഫേസും മറ്റുമൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ മുകളിൽ സീറ്റിംഗ് ഇരിക്കാം. ആ ജനലുകളുടെയൊക്കെ വലിപ്പം കണ്ടോ, ഹൗ ബിഗ് ഇറ്റ് ഈസ്. ഇവിടെ ഇതേപോലെ ഭൂതം ഭാവി വർത്തമാനം പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അടിപൊളി. ഒരു ഫോറിനറിന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ആണ് പുള്ളി അവിടെ ഇരിക്കുന്നത്. എന്താ വേണ്ടേ? എന്താ ആ വണ്ടിയിൽ അത് പോകത്തില്ല, അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള വണ്ടിയാ. ഇവിടെ ഏത് സമയത്ത് വന്നാലും നല്ല തിരക്കായിരിക്കും. വൈകുന്നേരങ്ങളാകുമ്പോഴത്തേക്കിനും വെയിൽ കുറയുമല്ലോ, അപ്പോഴായിരിക്കും കൂടുതൽ ആൾക്കാർ നടക്കാനായിട്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തമൻ ഫത്തഹില്ല എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സ്ക്വയറിലാണ്. ഫത്തഹില്ല സ്ക്വയറിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ശരിക്കും ഇത് ഇവിടെ ചുറ്റും ഈ പറഞ്ഞ പോലെ പഴയ കാലത്തെ ആ ഒരു ഡച്ച് കാലത്തെ ബിൽഡിങ്ങുകളും മറ്റുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലുള്ള കുറേ ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക. അവർ സ്റ്റാച്യൂസ് ആയിട്ട് നിൽക്കും. ഒരു പട്ടാളക്കാരനാണ് പുള്ളി. ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ. ഇവിടെ മ്യൂസിക് പെർഫോമൻസ് അടക്കമാണേ. ഇതുണ്ടല്ലോ, അവര് പെർഫോം ചെയ്യാണ്. അപ്പൊ അത് ഒരാളിവിടെ നിന്ന് പാടുന്നുണ്ടോ, അവരുടെ പാട്ടും കണ്ടോണ്ടിരിക്കുകയാണ് ഇവിടെ ആൾക്കാർ. ഇത് തിരക്കല്ലേ എല്ലായിടത്തും, എവിടെ വന്നാലും തിരക്കിനൊരു കുറവില്ലല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ രാജ്യമാണ് ജനസംഖ്യയുടെ കാര്യത്തിൽ. ആ പീരങ്കിടൊക്കെ മേളിൽ പിള്ളേർ കയറി ഇരിക്കുന്നത് കണ്ടോ, ആൾക്കാരൊക്കെ ഇരിക്കുന്നത് കണ്ടോ. ചുമ്മാ വെറുതെ ഇരിക്കുകയാണ് ആൾക്കാർ, കണ്ടില്ലേ. അതായത് എന്താ പറയാ,
അവരതിലൊക്കെയാണ് ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക, ഫാമിലി ആയിട്ട് വന്നിരിക്കുക, എന്തെങ്കിലുമൊക്കെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുക, അതിലൊക്കെ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആൾക്കാരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആൾക്കാർ. എന്താണ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. നീ അങ്ങോട്ട് നടന്ന് ഞങ്ങൾക്ക് ക്ഷീണമായി. നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ പോകാം മമ്മം കഴിക്കാൻ. അവിടെ എന്താ ഉള്ളേ അറിയില്ല. അത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഒരു പഴയ ഒരു കഫയാണ്. നമുക്ക് അവിടെ പോയി നോക്കാം. അറ്റ്ലീസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ചായ ആണെങ്കിലും കുടിച്ചിട്ട് വരാമല്ലോ. ഈ ഒരു കാശ് എടുത്തില്ലേ, ഇവിടെ നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ വൃത്തി മെനയൊക്കെ കുറവാണ്. ഇപ്പം നമ്മൾ ക്രൗഡ് പ്ലേസ് വന്നപ്പോഴത്തേക്കും എല്ലാവരും കച്ചറിയാം. പക്ഷെ കുറച്ച് സിവിക് സെൻസ് ഉണ്ട് വേറെ കാര്യത്തിൽ. അത് ശ്രദ്ധിച്ചില്ലേ? നിനക്ക് മനസ്സിലായോ? അതായത് മറ്റുള്ളവർക്ക് ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തുറച്ചു നോട്ടമില്ല. നമ്മുടെ നാട്ടിൽ ഒരു ഫോറിനർ വന്നാൽ ഇങ്ങനെ നോക്കത്തില്ലേ? അത് എവിടെ ഫീൽ ചെയ്തോ? ഇല്ലല്ലോ. അത് തന്നെ വലിയ കാര്യം. പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആൾക്കാരല്ലേ. ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായില്ല. ആൾക്കാർ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വൃത്തിയൊക്കെ ഇപ്പൊ ഇവിടെ ഇത്ര ആൾക്കാരുണ്ടായിട്ട് വൃത്തി അത് തല കയറിയിരിക്കും. മതിയായി ഗൈസ്. അവൻ എന്റെ തല പിടിച്ചോണം, വീഴല്ലേ. ഇവിടെ എല്ലാം കച്ചറിയാണ് ഗൈസ്. അത് മാത്രമേ ഉള്ളൊരു പ്രശ്നം. അത് സിവിക് സെൻസിന്റെ ഭാഗമാണ്. പക്ഷേ എന്നാലും ചില കാര്യങ്ങളിലൊക്കെ നല്ലതാണ്, ചില കാര്യങ്ങളിലൊക്കെ പോക്കാണ്. നമ്മുടെ നാട്ടിൽ രണ്ട് കാര്യത്തിലും പോക്കാണ്. ഞാൻ നോർത്ത് ഇന്ത്യ ആട്ടോ കമ്പയർ ചെയ്യുന്നത്, സൗത്ത് ഇന്ത്യ അല്ല. സൗത്ത് ഇന്ത്യ ഫാർ ബെറ്റർ ആണ്. പിന്നെയൊക്കെ ഇത് ഇവിടുത്തെ ജക്കാർത്ത ഹിസ്റ്ററി മ്യൂസിയം ആണ് ഈ കാണുന്നത്. ആ ഒരു മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ് ഈ ഒരു ക്രൗഡ്. ഇത് ചുറ്റിനും ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ആ ഒരു പഴയകാലത്തെ ആ ഒരു ഡച്ച് സ്റ്റൈലിലെ ആ ഒരു ബിൽഡിംഗ്. അപ്പോൾ ഇവിടെ ഒരു കഫേ ബത്താവിയ എന്ന് പറഞ്ഞൊരു കഫേ കണ്ടോ? അത് ഇവിടുത്തെ ഒരു ഫേമസ് കഫേയാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. എല്ലാവരും കൂടെ ഫാമിലി ആയിട്ടിരിക്കുകയാണ്. ഭയങ്കര രസമാട്ടോ ആ ഒരു സംഭവം കാണാനായിട്ട്. എല്ലാവരും ഇവിടെ വന്ന് ഫുഡും വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്ന് കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ശരിക്കും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പോഴാട്ടോ ഇത്രയും ക്രൗഡിനെ കാണുന്നത്. എന്തോരം ആൾക്കാർ. എന്താപ്പാ എന്റെ ഇത് മൊത്തം, എന്റെ മുടി മൊത്തം നശിപ്പിച്ചു ഗൈസ്. ലെറ്റ്സ് ഗോ ഇൻസൈഡ് കഫേ ബത്താവിയ നൗ. കഫേ ബത്താവിയ. കം ഓൺ ഗൈസ്. വിൻഡോ സിറ്റിംഗ്. ഇതിനകത്ത് മൊത്തം സീറ്റിന്റെ വാട അല്ലേ. ഈ ആൾക്കാരെല്ലായിടത്തും സീറ്റ് വലിക്കും ഇവിടെ. അതാണ് പ്രശ്നം. പക്ഷെ എന്തൊക്കെയോ പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് ഇച്ചിരി മണമൊക്കെ കുറച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര നല്ല ഹെറിറ്റേജ് സെറ്റപ്പ് ആണല്ലോ ചേട്ടാ. നല്ല ഭംഗിയുണ്ട്. നല്ല കത്തിയായിരിക്കും കേട്ടോ. ഇതൊക്കെ ഒറിജിനലാ. ഇതൊക്കെ ഒറിജിനൽ പൂക്കളാ വെച്ചിരിക്കുന്നത് കണ്ടോ. ഋഷി വലിക്കരുത്. നീ തൊട്ടോ, പക്ഷെ വലിക്കരുത്. തൊട്ട് നോക്ക് കേട്ടോ. വാവ്, ഇത് സെന്റഡ് ആണ്. അതിന് ഇങ്ങനെ ഇതടിച്ച് കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് നൈസ്. ഐ തിങ്ക് വി ഷുഡ് വെയിറ്റ് ഫോർ ദ സീറ്റ്. നോൺ സ്മോക്കിംഗ് പ്ലീസ്. സുജിത്. SUJITH. Yeah. Okay, I would like to inform you before, we only have a table next to the window. And for that type of regulation, minimum order 1 main course and 1 drink for each person. One main course? And 1 drink for each person. It's for adults. Okay. Okay. ഇവിടെ കഴിക്കാനാ? ഒരു എന്തെങ്കിലും കഴിക്കാം. Okay. Oh, you have the window side seat. Okay, fine. All right. And upstairs second floor. Okay. അടിപൊളി. അപ്പോൾ ഇത് നോൺ സ്മോക്കിംഗാ ഇവിടെ താഴെ. അല്ല, ഇത് സ്മോക്കിംഗാ താഴെ. മുകളിൽ പോയി കഴിഞ്ഞാൽ നോൺ സ്മോ. അത് എവിടെ? ഈ വഴിക്ക് പോകണം അല്ലേ? ഓ, അടിപൊളി സെറ്റപ്പ് ആണോ. ഇത് ബത്താവിയ ലോഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഡ്രംസും പരിപാടികളൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെ ആൾക്കാർ കോഫി ഷോപ്പാണ്. ഇവിടെ ഇരുന്ന് എന്താ പറയുക, കോഫിയൊക്കെ കഴിച്ച് അങ്ങനത്തെ പരിപാടികൾ. പണ്ടത്തെ കുറേ ഫോട്ടോസ്, പിന്നെ നല്ല റെഡ് കാർപ്പറ്റ് വിരിച്ച സ്റ്റെപ്പ്, പരവതാനി വിരിച്ച സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിൽ നമുക്ക് മുകളിൽ കയറി പോകണം. പഴയ കുറേ ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലോ ഇവിടെ. 3 യാ. ഓ, ഇത് ബാറാണല്ലേ. ഇത് വിൻഡോ സൈഡ് അല്ലാത്ത സീറ്റൊക്കെ ഉണ്ടല്ലോ. ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടല്ലോ. അവർ ശരിക്കും എന്താ പറയുക, നമ്മളെ ചാമ്പാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അത് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ വി ഗോട്ട് എ നൈസ് സീറ്റ്. ഓക്കെ ഗൈസ്, ഞങ്ങളിവിടെ കയറി വന്ന് ഇവിടെ ഇരുന്നപ്പോഴത്തേക്കിനും ഇവിടുത്തെ വ്യൂ ഉണ്ടോ. നമുക്ക് നല്ല സീറ്റൊക്കെ തന്നു. പക്ഷേ ഇവർ പറയുന്നതനുസരിച്ച് നമ്മൾ 3 മെയിൻ കോഴ്സ് ഓർഡർ ചെയ്യണമെന്ന്. 3 എണ്ണം അല്ലേ? അത് 2 എണ്ണം. എത്ര? ഒരു മെയിൻ കോഴ്സിന് മിനിമം 3000 രൂപയാണ് ഗൈസ് റേറ്റ്. അന്യായ കത്തിയാണ്. നമുക്ക് ഡ്രിങ്ക് കഴിക്കാം. നമുക്ക് ഡ്രിങ്കിന് എല്ലാത്തിനും കത്തിയാണ്. നമുക്ക് ഡ്രിങ്ക് കഴിച്ചിട്ട് പോകാൻ പറ്റുമോ ചോദിച്ചേ? ചോദിക്കാം. അങ്ങനെ പരിപാടി ഇല്ലെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോകാം, പ്രശ്നമൊന്നുമില്ല. ഗൈസ്, ഇവിടുത്തെ ആംബിയൻസ് കണ്ടിട്ട് കയറി വന്നതാണ്. ഞങ്ങൾ അതേപോലെ ഇറങ്ങിപ്പോയി. നമ്മൾ 3 പേര് ഫുഡ് കഴിച്ച് ഓരോ ഡ്രിങ്കും കൂടെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒരു 10-15,000 രൂപ ബില്ല് വരും. അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് ഇറങ്ങി വന്നു. ആരും നമ്മളോടൊന്നും ചോദിച്ചില്ലല്ലോ.
ഒന്നും ചോദിച്ചില്ലല്ലോ. താങ്ക് യു പറഞ്ഞു കേട്ടോ. അങ്ങനെയല്ല, നമുക്ക് ഒരു മീലിന് കൊടുക്കാനായിട്ട് നമുക്ക് തോന്നണ്ടേ. ഇപ്പോൾ എന്താ പറയാ, ഒരു ഡ്രിങ്കിനൊക്കെ അല്ല ഒരു കോഫിക്കൊക്കെ എത്ര 1.5 ലക്ഷം ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താന്ന് വെച്ച് എന്താ പറ്റേ പറ. ബബിളോ? എവിടെ ബബിള്? എവിടെ ചെയ്താ ബബിള് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഒരു ചേട്ടൻ ബബിള് കൊണ്ട് കൊടുത്ത് പറഞ്ഞ കാശും കൊടുക്കണം. അത് അവൻ വാങ്ങിച്ച് കൈ പിടിച്ചല്ലോ. താങ്ക് ു ബ്രദർ, താങ്ക് യു. 25. അവര് മനസ്സിലായി അത്ര കൊല്ലണ്ട അല്ലേ? എന്നോട് പറഞ്ഞു പറഞ്ഞേ. 25 പറഞ്ഞു. ആണോ? ഇനി മേലെ ഈ പരിപാടിക്ക് ഇറങ്ങി പോയിക്കരുത്. എടി ഇത്രയും കത്തിയായിരിക്കും ഞാൻ അറിഞ്ഞോ. കഫേ ബട്ടാവിയാക്കു. ഞാൻ ചാറ്റ് ജിപിറ്റിയോട് ചോദിച്ചു ഇവിടെ എന്തൊക്കെയാ ഉള്ളത്. അപ്പൊ ചാറ്റ് ജിപിറ്റി പറഞ്ഞു ഡോണ്ട് മിസ് ദിസ് പ്ലേസ് എന്ന്. ചാറ്റ് ജിപിറ്റിക്ക് അറിയോ നമുക്ക് എന്തോ പരിപാടി. അവർക്ക് അങ്ങനത്തെ ഉള്ള ചെറിയ സാധനങ്ങളൊക്കെ മതി. അതിലാണ് അവർ ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. കണ്ടോ നോക്കി ഗൈസ്, എല്ലാരും ഞങ്ങളെ നോക്കിയിരിക്കുന്നുണ്ടോ? പാട്ടും ഡാൻസും പരിപാടികളൊക്കെയാണ്. ഭാഷല്ല അവിടെ നിൽക്കി ഒരു ഫോട്ടോ എടുക്കാം. വാ ഋഷിനെ എടുക്കാവോ? ഋഷി വന്നേ. വാ. അങ്ങനെ 3 മ്യൂസിയം ചുറ്റിനും നിൽക്കുന്ന ആ ഒരു തമൻ ഫത്തായില്ല ആ സ്ക്വയറിൽ നിന്നും നമ്മൾ വന്ന് ഇവിടുത്തെ ക്രൗഡൊക്കെ കണ്ട് നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം. ഫുഡ് തപ്പിപ്പാ. നമുക്ക് ആ കുതിരവണ്ടി എടുക്കണോ? അങ്ങോട്ട് പോകണം. ഭയങ്കര വൈബ്രന്റ് ഒരു ഏരിയ ആണ് കേട്ടോ. അതിവിടെ ആൾക്കാര് എന്തൊക്കെയോ പരിപാടികൾ, ടാറ്റു ആർട്ടിസ്റ്റുകളുണ്ട്, പിന്നെ ഇതുപോലെയുള്ള മാലയും അങ്ങനത്തെ പരിപാടികളൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ തന്നെ പരിപാടി എല്ലാം. എന്താ പറയാ, ഭയങ്കര ഒരു ഇതാണ്. പക്ഷെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സിഗരറ്റ് വലിച്ചു നടക്കും. അതാണ് ആകെ പ്രശ്നം. എവിടെ പോയാലും സിഗരറ്റിന്റെ സ്മെല്ലും ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. How much? 150,000 in rolling. One horse. Where? Yeah. എവിടെയാ? എത്രയാണ്? 1.5 ലക്ഷം. പോണോ? ഒരു രസമായിരിക്കും. വെറുതെ ചുമ്മാ വേണ്ട. ഓക്കെ എന്നാ വേണ്ട. വാ ഫോട്ടോ എടുത്തോ. നമുക്ക് ഇവനോട് അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞാലോ? ഓക്കെ ബാ കേറ്. ഞാൻ 1 ലക്കിന് സെറ്റാക്കി. കുതിരവണ്ടിയിൽ പണ്ടെന്ന് കയറാൻ പോയത് ഓർമ്മയുണ്ടോ? എനിക്ക് പേടിയാ. നമ്മൾ 3 പേര് പോവോ? നമുക്ക് നോക്കാം. ബാ പിന്നെ അവര് കയറ്റാനായിട്ട് സെറ്റാക്കി തരും. ഹെൽപ്പ് ചെയ്യും. ബാ ഋഷി കയറിക്കോ. നമ്മൾ 3 പേരെ കൂടി കുതിര വലിക്കോ? നമ്മൾ 3 പിന്നെ അതൊന്ന് 4. എന്തായാലും പോവാം. ബാ രസമല്ലേ? ഹായ് കുതിര. ഇനി അത് ഊതിക്കോ ഋഷി. കുതിര വണ്ടിയിലിരുന്ന് ഊതിക്കോ കേട്ടോ. അങ്ങനെ കുതിരപ്പുറത്തിരുന്ന് ഞങ്ങൾ ജക്കാർത്ത നഗരത്തിലൂടെ യാത്ര ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ജക്കാർത്ത നഗരത്തിന്റെ ആ ഒരു ഓൾഡ് സിറ്റിയുടെ തെരുവോരങ്ങളിലൂടെ നമ്മൾ കുതിരപ്പുറത്തിരുന്ന് വി ആർ എൻജോയിങ്. ശ്വേതയ്ക്ക് പണ്ടത്തെ കുതിര വണ്ടി കയറിയ ട്രോമ കാരണമാണ് ശ്വേത വേണ്ടെന്ന് പറയുന്നത്. ഇല്ലില്ല, അത് ശരിക്കും മുറുക്കി പിടിച്ചോ കേട്ടോ, ഇല്ല താഴെ വീഴുവേ. കുതിരവണ്ടിക്ക് അകമ്പടിയായി BMW കാർ. ഇത് പുറത്ത് നിന്ന് കാണാനാ രസം ശരിക്കും. അതാണ് അതിന്റെ ഒരു രീതി. കുതിര അലക്കുന്നൊക്കെ ഉണ്ടോ? കുതിര അലക്കുന്ന സൗണ്ട് കേട്ടാ? കുതിര എങ്ങനെ അലക്കുന്നേ? കുതിര നല്ല അടിപൊളിയായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. കുതിര ഹോൺ അടിക്കുവാന്നാ എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ കുതിര ഹോൺ അടിക്കുന്ന സൗണ്ടാ അത്. ഏതൊക്കെയോ റെസിഡൻഷ്യൽ ഏരിയയുടെ ഉള്ളിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ ഈ കുതിര വണ്ടിയിൽ കൊണ്ടുപോകുന്നത്. കണ്ടില്ലതേക്ക് ഈ കുതിരവണ്ടിയുടെ അകത്ത് നോക്കി എന്തൊക്കെ തൂക്കിയിട്ടിരിക്കുന്നതേക്ക് പ്ലാസ്റ്റിക് കവറൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ തിരക്കുകളിലായി സുഹൃത്തുക്കളെ. നോക്കൂ, തിരക്കുകളിലൂടെ നമ്മൾ നമ്മുടെ കുതിരവണ്ടിയിൽ പോവുകയാണ്. ഞങ്ങൾ നേരത്തെ നടന്നു പോയ വഴിയില്ലേ, ആ വഴിയിലാണ് നമുക്ക് ഈ ഒരു സ്ഥലം കാണുന്നത്. അതിനകത്തൂടെ നമ്മളും പോകുന്നത്. കുതിരവണ്ടികൾക്കൊക്കെ റോഡിൽ ഭയങ്കര പ്രയോറിറ്റിയാണ്. ബാ ഋഷി ഇറങ്ങി ഇങ്ങോട്ട്. ബാ പിടിക്കാം. ഋഷി അവിടെ നിൽക്കണേ. അപ്പാ തൊടിക്കാൻ നിന്നെ കേട്ടോ. ബ്രദർ 1 minute. Can I touch? എന്നാ കുതിര ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിന്നെ ടച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനവിടെ നിർത്തി ഇഷ്ടപ്പെട്ടിട്ടില്ല.
നീ എന്തിനാണ് ഇവിടെ നിർത്തിയത്? ഞാൻ ഇവിടെ നിർത്തിയല്ലോ ആളെ ഇറക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നത്. കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ ചൈന ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ചൈന ടൗൺ. അപ്പോൾ ഇവിടുത്തെ ഒരു ചൈന ടൗണിൽ നമ്മൾ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് തപ്പിപ്പിടിച്ച് വന്ന് ഫുഡ് കഴിക്കാം എന്ന് എഴുതി കയറിയിരിക്കുകയാണ്. ഈ ബിൽഡിംഗ് കണ്ടില്ലേ, ഫുൾ ചൈനീസ് സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു വലിയ അടിപൊളി ഒരു ബിൽഡിങ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് ചൈന ടൗൺ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. സോ ടുഡേ വി വുഡ് ലൈക്ക് ടു ഹാവ് സം ചൈനീസ് ഫുഡ് ആൻഡ് ലെറ്റ്സ് സീ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും. സോ വി വിൽ ട്രൈ ഫോർ സം ചൈനീസ് ഫുഡ് ഗായ്സ്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് നോക്കാം. താഴെയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇതെന്താ ഇത് തിളങ്ങുവാണല്ലോ. ഇതൊക്കെ റെസ്റ്റോറൻറ്റുകളാണ്. താഴെ പോയി നോക്കാം. അപ്പം ഇവിടെ ചൈനീസ് പരിപാടികളാണ് മൊത്തത്തിൽ. ചൈനീസ് പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന എല്ലാത്തിനും മൊത്തത്തിൽ ചൈനയാണ്. ചൈന അറിയില്ല മൊത്തം നോക്കാം. മോനെ ഇവിടെ ഫുൾ ചൈനീസ് ഫുഡിൻ്റെ ബഹളമാണെന്ന് തോന്നുന്നു. നമ്മളൊരു ഫുഡ് കോർട്ട് ഏരിയയിലേക്ക് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഹിയർ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഫുഡ്. നമുക്ക് തപ്പി നോക്കാം എന്താണ് ശ്വേതയ്ക്ക് കഴിക്കാനുള്ളതാണ് മെയിൻ സംഭവം. ശ്വേതയ്ക്കുള്ള ഫുഡ് കിട്ടുക എന്നുള്ളതാണ്. ഋഷിയും ചൂസ് ചെയ്യാണ്. നിനക്ക് പറ്റിയ ഫുഡ് ഉണ്ടോ നോക്കാം. സെയിം നോ ചിക്കൻ നോ മീറ്റ്. ഓക്കെ വെജിറ്റേറിയൻ. ഓക്കെ three. Okay. And this broccoli. Okay. One. വേറെ എന്തെങ്കിലും വേണോ? Rice. You want to eat rice? Rice. No rice. Okay. റൈസ് വേണ്ടല്ലോ. അപ്പൊ വാങ്ങിച്ചു തരാം. ഹാപ്പി അല്ലേ? ഓക്കെ അല്ലേ? ഇനി വേറെ എന്തെങ്കിലും പറയണോ? നോക്കി പറഞ്ഞു വേണമെങ്കിൽ വെജിറ്റേറിയൻ ആക്കാം. ഞങ്ങൾ അന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്ത് നമ്മൾ ഇന്ന് ഒരു ഫുഡ് എന്തെങ്കിലും പറഞ്ഞേ ഫുഡ് സ്ട്രീറ്റിൽ വന്നിട്ട് ചൈനീസ് ഫുഡാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരാൾ അവിടെ പറപ്പിക്കാൻ പോയിട്ടുണ്ട്. ഇതൊക്കെയാണോ പരിപാടി? ബബിൾസ് പറപ്പിച്ച് വിട്ടിട്ട് അത് പോയി ചവിട്ടി പൊട്ടിക്കുക. ഞാനൊരു സാധാരണ നൂഡിൽസ് ഓർഡർ ചെയ്തപ്പോൾ ഇങ്ങനെ കൊണ്ടു തന്നു. ഇവർ വെജിറ്റേറിയൻ നൂഡിൽസ് ഓർഡർ ചെയ്തപ്പോൾ അങ്ങനെ കൊണ്ടു തന്നു. ശ്വേതപ്പെട്ടു ഗൈസ്, ശ്വേതപ്പെട്ടു. പക്ഷെ ഋഷി ഓക്കെയാ. നമുക്കിനി ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. അത് നടപടിയാവുള്ളൂ. അല്ല അങ്ങനെയല്ല. ഞങ്ങൾ വേറെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. വരട്ടെ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചൈനീസ് ആയിപ്പോയി. നമ്മൾ സാധാരണ കഴിക്കുന്ന സാധനമല്ല. സ്റ്റിർ ഫ്രൈഡ് ബ്രോക്കോളിയും ബീൻസും പറഞ്ഞാണ്. അതും മീറ്റ് ഇടണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും സൂപ്പ് പോലെ ആക്കിക്കൊണ്ട് തന്നിട്ടുണ്ട്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പച്ചക്കറി എവിടെ പോയാലും പച്ചക്കറി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. എന്തെങ്കിലും കണ്ടുപിടിക്കുമല്ലേ നമ്മൾ, ഇല്ലേ? അത്രേ ഉള്ളൂ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മറ്റേ കോഫി ഷോപ്പിൽ നിന്ന് കോഫി കുടിക്കാത്തതിൻ്റെ ക്ഷീണം ഞങ്ങൾ മാറ്റാനായിട്ട് സ്റ്റാർബക്സിൽ വന്നു. ദിസ് ഈസ് ഫാർ ബെറ്റർ. അവിടുത്തെ ഒരു ഡിഷിൻ്റെ റേറ്റിൽ നമ്മളിവിടെ 3 പേര്. സത്യമല്ലേ? ഇല്ലേ? അവിടുത്തെ ഒരു ഡിഷിൻ്റെ റേറ്റിലാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിച്ചതും. വേറെ കാര്യം ശ്രദ്ധിച്ചോ? ഇപ്പോൾ ഇന്നലെ ആക്ച്വലി ഞങ്ങൾ ഒരു തായ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വി ഹാഡ് ഡിന്നർ. നല്ല കത്തിയായിരുന്നു. ഏകദേശം ഒരു 5500-6000 രൂപ ഇന്ത്യൻ രൂപ ഞങ്ങൾക്കായി. ഞങ്ങൾ 3 പേര് ഡിന്നർ കഴിച്ചപ്പോഴത്തേക്കിനും അതിൽ ശ്വേത വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. ഋഷി ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. ഞാൻ മാത്രം എൻ്റെ നിർബന്ധപ്രകാരമാണ് അവിടെ കയറിയത്. പക്ഷേ ഇന്ന് ചെറിയൊരു ഫുഡ് കോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഞങ്ങൾക്ക് ആകെ ആയത് ഏകദേശം 600-650 ഇന്ത്യൻ രൂപ. ഞങ്ങൾ 3 പേര് ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞ ആ ഒരു ഡയലോഗ്, ഐ ഫെൽ സോ ഹാപ്പി ഫോർ ദാറ്റ്. ഇന്ന് ഋഷി കഴിച്ച ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നോ? അതാണ് ചില സമയത്ത് നമ്മൾ എത്ര പൈസ മുടക്കി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായെന്ന് വരില്ല. പക്ഷേ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തും. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയ പല സംഭവങ്ങളും. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും നമ്മൾ വലിയ കാര്യങ്ങളിലേക്ക് പോകും. പക്ഷേ പറയാൻ പറ്റില്ല, നമ്മൾ ചില കാര്യങ്ങളിലായിരിക്കും നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്. ഞങ്ങൾ ആ സ്റ്റാർബക്സിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കിനും നേരെ ഉരുട്ടി. ഇവിടെ ചൈനീസ് പ്ലാന്റ്സ് ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇത് നല്ലൊരു സ്ഥലമല്ലേ? നല്ല ഭംഗിയുണ്ട്. ആ സാധനങ്ങളൊക്കെ കണ്ടില്ലേ? മറ്റേ മണി പ്ലാന്റ്സും അങ്ങനത്തെ അവരുടെ ഒരു ലക്കി ബാമ്പുവോ അങ്ങനെ എന്തൊക്കെയല്ലേ പറയുന്നത്? അങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇന്ന് ടയേർഡായി ശരിക്കും. ഇന്നത്തെ ദിവസം കുറേ അലഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് നടക്കുകയാണ്. ഞങ്ങളുള്ള സ്ഥലത്ത് നിന്ന് ഒരു 500 മീറ്റർ ഉണ്ട് നടക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തോട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കിനും നമുക്കിവിടെ സൈഡിൽ മൊത്തം സ്ട്രീറ്റ് ഫുഡ്സാണ് കാണാൻ സാധിക്കുന്നത്. ഇവരൊക്കെ ചൈനീസ് ഫുഡിൻ്റെ ആൾക്കാരാട്ടോ. ഇതൊക്കെ ചൈനീസ് ഫുഡ്. അതായത് ഇത് ചൈന ടൗൺ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ചൈനീസ് ഫുഡും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ്. അതിനിടയ്ക്ക് ഇന്തോനേഷ്യൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ചൈനീസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇന്തോനേഷ്യയിൽ വന്ന് പണ്ട് കാലം മുതൽ വന്ന് കുടിയേറി പാർത്ത് മൈഗ്രേറ്റ് ചെയ്ത ചൈനക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു ഇവരുടെ എന്തോ ഒരു ട്രഡീഷണൽ കോസ്റ്റ്യൂം ആണെന്ന് തോന്നുന്നത്. കണ്ടില്ലേ? എനിക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലായിടത്തും ഉള്ള പോലെ തന്നെയുള്ള ആ ഒരു ചൈനീസ് സ്ട്രീറ്റിൻ്റെ ആ ഒരു എൻട്രൻസ്
ഇവിടെ അങ്ങനെ ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ അങ്ങനെ അധികം ഇന്ത്യക്കാർ വന്ന് കുടിയേറി പാർത്തിട്ടുള്ള സ്ഥലമല്ല. ഗൈസ്, അങ്ങനെ വി ആർ ബാക്ക് ടു അവർ ഹോട്ടൽ. ഓ മൈ ഗോഡ്,